ഒരു സൂപ്പർ ഫീലിംഗ് ഒക്കെ വരാൻ വേണ്ടിയാണ് പുറത്തു കൊണ്ടുവന്ന് വെച്ച് ഒഴിക്കണേ. ഇത് ഞാൻ ഒഴിക്കാൻ പോവാണ്. നമ്മുടെ സൂപ്പർ പർപ്പിൾ ടീ റെഡി ആയേക്കുക. ഹലോ ഗൈസ്, വെൽക്കം ടു പോളോ ആൻഡ് ഷാരോസ് യൂണിവേഴ്സ്. ഈ കാണുന്നതാണ് ശംഖുപുഷ്പം. നമ്മുടെ ബ്ലൂ ടീ ഉണ്ടാക്കുന്നത് ഈ ഒരു പൂവിൽ നിന്നാണെന്നാണ് പറയണേ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നാട്ടിലാണ്, വീട്ടിൽ ശംഖുപുഷ്പമുണ്ട്, അപ്പം എന്തുകൊണ്ട് ഈ ബ്ലൂ ടീ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്തുകൂടാന്ന് വിചാരിക്കുകയായിരുന്നു. ഞാനും അമ്മയും അച്ഛനും ഞങ്ങൾ 3 പേർക്ക് വേണ്ടി ബ്ലൂ ടീ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ 2 ശംഖുപുഷ്പം, എന്നുള്ള കട്ട ശംഖുപുഷ്പം, 2 ശംഖുപുഷ്പത്തിൻ്റെ പൂവ് പറിച്ചിട്ടുണ്ട്. നമുക്കൊരു ബ്ലൂ ടീ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, നമ്മൾ ഗ്യാസ് കത്തിച്ചു. എന്നിട്ട് 3 പേർക്ക് ആവശ്യമുള്ള ചായക്കുള്ള വെള്ളം വെച്ചു. എന്നിട്ട് നമ്മുടെ 2 ശംഖുപുഷ്പം ഇതിനകത്തേക്ക് ഇട്ടു. ഇനി നമുക്കിത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൽ നിന്ന് ആ ഒരു ബ്ലൂ കളർ ഇങ്ങനെ ഇളകി വന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബ്ലൂ ടീ എന്ന് വിളിക്കണേ. ഇത് ആക്ച്വലി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ബ്ലൂ ടീ ആണെങ്കിൽ നമ്മൾ കുടിക്കുമ്പോൾ ഒരു പർപ്പിൾ ടീ ആയി മാറും. കാരണം നമ്മളിത് നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ഒഴിക്കണം എന്നാണ് പറയണേ. കണ്ടോ, തിളക്കണ അനുസരിച്ച് നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു കളറിങ്ങനെ ഇളകി വരുന്നത്. ഇത് ഭയങ്കര ഹീലിംഗ് പവറുള്ള സംഭവമാണ്. റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് എന്നാണ് പറയണത്. നമ്മൾ ഇതൊരു വള്ളിച്ചെടി പോലെ നമ്മളിങ്ങനെ കാണുള്ളൂ. പിന്നെ നല്ല ഭംഗിയുള്ളൊരു പൂവ്, പിന്നെ ഓണത്തിന് പൂക്കളൊക്കെ ഇടാൻ. ആമസോണിലൊക്കെ ഈ സാധനത്തിൻ്റെ വില നോക്കിയിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഇങ്ങനെ ഉണക്കിയ ശംഖുപുഷ്പം കിട്ടും ആമസോണിലൊക്കെ. ഞാൻ എന്ന് പറഞ്ഞ ഒരാൾ തുടങ്ങിയിട്ടുണ്ട്. ആ ആള് അലമ്പാവണതിന് മുമ്പ് എനിക്ക് ബ്ലൂ ടീ ഉണ്ടാക്കി കഴിയണം. ഹായ്, നോക്കിക്കോ എന്ത് രസം നോക്കി. ആ കളറങ്ങോട്ട് ഇതായിട്ട് തന്നെ അടിപൊളി. ഞങ്ങൾ ആരും ഇവിടെ ഭയങ്കര മധുരപ്രേമികളല്ല, അതുകൊണ്ട് തന്നെ വളരെ മിനിമം എമൗണ്ട് ഓഫ് പഞ്ചസാര മതി നമുക്കൊക്കെ. ഞാനൊരു ലേശം പഞ്ചസാര മധുരത്തിന് വേണ്ടി ആഡ് ചെയ്യുവാണ്. ഇതേ നമ്മളുടെ പാകത്തിന് തിളച്ചിട്ടുണ്ട്. അതായത് ഗൂഗിൾ ദേവത പറയുന്ന അനുസരിച്ച് 1 മിനിറ്റ് കിടന്ന് തിളച്ചാൽ മതി എന്നാണ്. അപ്പം 1 മിനിറ്റ് എന്തായാലും ആയിട്ടുണ്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. നല്ല രീതിയിൽ തിളച്ചു, കളറൊക്കെ മാറി, ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു ബ്ലൂ അല്ലേ. ഇത് പീകോക്ക് ബ്ലൂ അല്ല, ഇത് ആക്ച്വലി ഒരു കച്ചി, നമുക്ക് ഈ ബ്ലൂ കളറിൽ കച്ചി കിട്ടില്ലേ, ആ ഒരു കളറിൽ അങ്ങനത്തെ ഒരു ബ്ലൂ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസം. അപ്പോൾ ഞാനിത് കിടത്താൻ പോവാണ്. ഓക്കെ, ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. അതായത് ഈ ബ്ലൂ ടീയെ നമ്മൾ കുടിക്കുന്നതിന് മുമ്പ് പേർപ്പിൾ ടീ ആക്കണം. അതിന് വേണ്ടി ലേശം നാരങ്ങ നീര് ഇതിനകത്തോട് നമ്മളിങ്ങനെ പിഴിഞ്ഞൊഴിക്കണം. കണ്ടോ ആ ഒരു വ്യത്യാസം നോക്കി. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആരും അമ്മേ എന്താണ് ഞാൻ ആ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ലിറ്റ്മസ് ഒക്കെ ചെയ്തിരുന്ന ആ ഒരു ഓർമ്മയൊക്കെ വരുന്നുണ്ട്. കണ്ടോ, നോക്കിയാ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചപ്പോഴത്തേക്കും സംഭവം പേർപ്പിൾ ടീ ആയി നമ്മുടെ ബ്ലൂ ടീ. അപ്പം ഇത്ര ഉള്ള പരിപാടി. വീട്ടിൽ 2 ശംഖുപുഷ്പവും 3 ആൾക്കാരും ഉണ്ടെങ്കിൽ സുഖമായി 5 പൈസ ചിലവില്ലാതെ നമുക്ക് ഈ ഭയങ്കര കാശ് കൊടുത്ത് നമ്മൾ മേടിക്കുന്ന പർപ്പിൾ ടീ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനത് ഒഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ആ ഒരു സൂപ്പർ ഫീലിംഗ് ഒക്കെ വരാൻ വേണ്ടിയാണ് പുറത്തു കൊണ്ടുവന്ന് വെച്ച് ഒഴിക്കണേ. ഇത് ഞാൻ ഒഴിക്കാൻ പോവാണ്. ഹൈ വാ, നമ്മുടെ സൂപ്പർ പർപ്പിൾ ടീ റെഡി ആയേക്കുക. ഇങ്ങനെയാണ് നമ്മളുടെ പേർപ്പിൾ ടീ അഥവാ പേർപ്പിൾ ടീ അല്ല ബ്ലൂ ടീ നമ്മൾ തയ്യാറാക്കുന്നത്. എല്ലാവരും വീട്ടിൽ ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.